എത്തി കഴിഞ്ഞിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു ഇത് ലാറ്ററൽ ഹെമിസ്ഫിയേഴ്സ്. ദീസ് ആർ ദ ലാർജ് ഔട്ടർ പോർഷൻസ് ഓഫ് ദ സെറിബെല്ല. സെറിബെല്ലത്തിൻ്റെ ഒരു അനാട്ടമിയാണ് പറയുന്നത്. ഇനി ഹ്യൂമൻസ് ദീസ് ആർ ഹൈലി ഡെവലപ്ഡ്. അപ്പോൾ ഏതാ ഇറ്റ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് ദ സെറിബ്രൽ കോർട്ടെക്സ്. ലാറ്ററൽ ഹെമിസ്ഫിയർ ആണ് എന്ത് മേജറായിട്ടുള്ള ഏറ്റവും വലിയൊരു ഏരിയ. ദ തിങ്കിങ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. തിങ്കിങ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് എന്ത് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ പ്ലാനിങ് ആൻഡ് ടൈമിങ്. പ്ലാനിങ് ആൻഡ് ടൈമിങ്ങിനും മൂവ്മെൻറ്റിലൊക്കെ എന്തുണ്ട് നമ്മൾ ഈ ഒരു ആർക്കിടെക്റ്റ് ഏരിയ അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സിലാണ് എന്ത് വലിയൊരു ഏരിയ ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ആൾസോ ലിങ്ക്ഡ് ഇൻ മോട്ടോർ ലേണിംഗ്, പിന്നെ മസിൽ മെമ്മറി, സ്പോർട്സ് ഓർ ടൈപ്പിങ്ങിലൊക്കെ എന്തുണ്ട് നമ്മളെ ഈ ഒരു ലാറ്ററൽ ഹെമിസ്ഫിയറിനാണ് എന്ത് വലിയൊരു റോള് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ഡിവിഷൻ വെർമിസ് ഏരിയ നമ്മൾ പറഞ്ഞ അബ്സലൂട്ട് സെൻറ്റർ ആണ്. മെയിൻ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ പോസ്റ്റർ ട്രങ്ക് സ്റ്റെബിലിറ്റി നെക്ക് മൂവ്മെൻ്റ് ഒക്കെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് വരുന്നത്. തന്നെ ഇൻ്റർമീഡിയറ്റ് നെക്സ്റ്റ് ടു ദ വെർമിസ്. ഇൻ്റർമീഡിയറ്റ് ഏരിയയിൽ എന്താ വരുന്നത്? ഇൻ്റർമീഡിയറ്റ് ഹെമിസ്ഫിയറിൽ എന്താ ഫൈൻ ട്യൂണിംഗ് ലിംബ് മൂവ്മെൻറ്റ്സ് അക്യൂറസി ഒക്കെ കറക്റ്റ് ആക്കുക എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. ദ ലാറ്ററൽ ഏരിയയിൽ എന്താ ഔട്ടർ ഹെമിസ്ഫിയറിൽ പ്ലാനിങ് ടൈമിങ് മോട്ടോർ ലേണിംഗ് ഒക്കെ എന്തുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫങ്ഷണൽ ഡിവിഷൻസ് ആണ്. ദ സെറിബെല്ലം ക്യാൻ ആൾസോ ഡിവൈഡഡ് ബൈ ഫങ്ഷൻ. There are three functional areas of the cerebellum: the cerebrocerebellum, the spinocerebellum and the vertebrocerebellum. മേജറായിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഏതാ? സെറിബ്രോസെറിബെല്ലം, സ്പൈനോസെറിബെല്ലം, വെർട്ടിബ്രോസെറിബെല്ലം. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സെറിബ്രോസെറിബെല്ലം ദ ലാർജസ്റ്റ് ഡിവിഷൻ ആണ്, ഫോംഡ് ബൈ ലാറ്ററൽ ഹെമിസ്ഫിയർ. ലാറ്ററൽ ഹെമിസ്ഫിയർ ആണ് എന്ത് ഈ ഒരു ഭാഗം ഫോം ചെയ്യുന്നത്. ദെൻ പ്ലാനിങ്ങിലും മൂവ്മെൻറ്റ്സിലും മോട്ടോർ ലേണിങ്ങിലൊക്കെ ഉണ്ട്. ലാറ്ററൽ ഹെമിസ്ഫിയറിൻ്റെ ഇത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ഇറ്റ് റിസീവ്സ് ഇൻപുട്സ് ഫ്രം ദ സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് പോണ്ടിയൻ ന്യൂക്ലി ആൻഡ് സെൻഡ്സ് ഔട്ട്പുട്സ് ടു ദ തലാമസ് ആൻഡ് റെൻ ന്യൂക്ലിയസ്. ഏതാ സെറിബ്രൽ കോർട്ടെക്സിന് ഇൻപുട്ട് കളക്ട് ചെയ്യുക, പിന്നെന്താ അത് സെൻഡ് ചെയ്യുക നമ്മളെ തലാമസിക്ക് റെൻ ന്യൂക്ലിയസിക്കൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ഈ ഒരു ഏരിയ എന്തുണ്ട് കോർഡിനേഷനും പിന്നെ മസിൽ ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സെറിബ്രോസെറിബെല്ലം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ സ്പൈനോസെറിബെല്ലം. സ്പൈനോസെറിബെല്ലം എന്താ ചെയ്യുന്നത്? കംപ്രൈസ്ഡ് ഓഫ് വെർമിസ് ആൻഡ് ഇന്റർമീഡിയറ്റ് സോൺ ഓഫ് ദ സെറിബെല്ലർ ഹെമിസ്ഫിയർ. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ റെഗുലേറ്റിംഗ് ബോഡി മൂവ്മെന്റ്സ് ബൈ അലോയിങ് ഫോർ എറർ കറക്ഷൻ. എന്താ ഈ ഒരു ഭാഗത്തിൽ ബോഡി മൂവ്മെന്റ്സും കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഫോം ആക്കുക എന്നുള്ളതാണ് സ്പൈനോസെറിബെല്ലം. സെറിബ്രോസെറിബെല്ലം എന്താ ലാറ്ററലും ഇത് വെർമിറ്റും ഇന്റർമീഡിയറ്റ് സോണും കൂടിയിട്ടാണ് ഈ ഒരു ഭാഗം കൂടിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വെസ്റ്റിബുലോസെറിബെല്ലം. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണൽ ഇക്വലന്റ് ടു ദ ഫ്ലോക്കോലോണ്ടലാർ ലോബ്. ഏതാ ഫ്ലോക്കോലോണ്ടലാർ ലോബിൻ്റെ ഫംഗ്ഷനായിട്ട് ഈക്വൽ ആയിട്ടുള്ളതാണ്. അതെന്തായിരുന്നു? ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ കൺട്രോളിംഗ് ബാലൻസ് ആൻഡ് ഒക്കുലർ റിഫ്ലക്സസ്, മെയിൻലി ഫിക്സേഷൻ ഓൺ എ ടാർഗറ്റ്. It receives input from the vestibular system and sends outputs back to the vestibular nuclei. Vestibular system നിന്ന് ഇത് ഇതാക്കുക, തന്നെ അതിൻ്റെ വെസ്റ്റിബുലാർ ന്യൂക്ലിക്ക് എന്ത് ചെയ്യുക ഈ ഒരു ഔട്ട്പുട്ടിക്ക് തിരിച്ചും അത് സെൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ഏരിയയാണ് നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് വന്നിരുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണായിട്ട് നമുക്ക് അതിൽ പറയാനുള്ളതാണ് ബേസൽ ഗാംഗ്ലിയ. മൂന്നാം മൊഡ്യൂൾ കുറച്ച് ചെറുതാണ്, പക്ഷേ അത്യാവശ്യം നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എന്ത് പറ്റും ഈ ഒരു മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് കഴിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏതാ ബേസൽ ഗാംഗ്ലിയ ആർ എ ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഡീപ്പ് വിത്തിൻ ദ ബ്രെയിൻ ലൊക്കേറ്റഡ് ദ ബേസ് ഓഫ് ഫോർ ബ്രെയിൻ. ഏതാ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേഴ്സ് ആണ് ഡീപ്പ് വിത്തിൻ ദ ബ്രെയിനിൽ, അതുപോലെ തന്നെ ഏതാ ബേസ് ഓഫ് ദ ബ്രെയിനിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഏതാ ഈ ഒരു നെയിമിൽ ദേ ആർ നോട്ട് ഗാംഗ്ലിയ ദ പെരിഫറൽ സെൻസ് ബട്ട് റാദർ ക്ലസ്റ്റേഴ്സ് ഓർ ന്യൂറോൺസ് ഇൻസൈഡ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഏതോ ഒരു ക്ലസ്റ്റേഴ്സ് ഓഫ് ന്യൂറോൺ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയുടെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ചെയ്ത് നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതിനാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നുണ്ടാവുക. These structures work together to help coordinate our movements, habits, emotions and motivations. ഈ ഒരു സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ മൂവ്മെൻറ്റ്സും ഹാബിറ്റ്സും ഇമോഷൻസും മോട്ടിവേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക കോർഡിനേറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. കണ്ട ഈ ഒരു കറക്റ്റായിട്ട് ഈ ഭാഗത്ത് വരുന്ന സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയേരിയനെയാണ് നമ്മൾ എന്താ പറയുക ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നുണ്ടാവുക. ബേസൽ ഗാംഗ്ലിയയുടെ മേജറായിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ നമ്മളെ ആക്ഷൻസും കാര്യങ്ങളും കറക്റ്റാക്കാൻ നിൽക്കുക. പിന്നെ ഒരു ട്രാഫിക് കൺട്രോളർ എന്ന് പറയും, സിഗ്നൽസും കറക്റ്റും ആക്കിയിട്ട് നമ്മളെ മൂവ്മെൻറ്റ്സിൽ എന്തുണ്ട് വലിയൊരു റോള് ഇതിന് വരുന്നുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഡിസൈഡായ അല്ലെങ്കിൽ നമുക്ക് വേണ്ട മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു ഫംഗ്ഷനായിട്ട്
വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒന്നായിട്ട് അതിൽ വരുന്നതാണ് ഇത് മറ്റേ ഈ ഒരു ഡീപ്പ് സെൻട്രൽ ലൊക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വെൽ പൊസിഷൻ റിസീവ് സിഗ്നൽസ് ഫ്രം ദ സെറിബ്രൽ കോർട്ടെക്സിൽ നിന്ന് സിഗ്നൽസും കാര്യങ്ങളും റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തലാമസിക്കും ബ്രെയിൻ സ്റ്റെമിക്കൊക്കെ കറക്റ്റാക്കിയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ബേസൽ ഗാംഗ്ലിയ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ കീ പാർട്സ് വിച്ച് ഈച്ച് വിത്ത് സ്പെസിഫിക് റോൾസ്. ഏതാ ഒരു സെവറൽ കീ പാർട്സ് ആയിട്ട് ഇതാക്കിയിട്ടാണ് ഏത് ബേസൽ ഗാംഗ്ലിയ വരുന്നത് ഒരു സ്പെസിഫിക് റോൾസിൽ. അവിടെ എന്താ ഫ്യൂ സ്മോളർ ബട്ട് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ്, ചെറിയ സ്മോളറാണ് അവിടെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ആണ് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ മെയിൻ കമ്പോണൻസ് ഓഫ് ബേസൽ ഗാംഗ്ലിയയുടെ മെയിൻ കമ്പോണൻസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഏരിയ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒന്നാണ് കോഡൈൻ ന്യൂക്ലിയസ് ആൻഡ് ബൂട്ടാമൈൻ. കോഡൈൻ ന്യൂക്ലിയസും ബൂട്ടാമൈനും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ടു ഫോം ദ സ്ട്രിയാറ്റം വിച്ച് പ്രൈമർലി ഇൻപുട്ട് ഏരിയ ഓഫ് ദ ബേസൽ ഗാംഗ്ലിയ. ഒരു ഇൻപുട്ട് ഏരിയ, ദാറ്റ് മീൻസ് മെസ്സേജ് കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു മേജർ ഇൻപുട്ട് ഏരിയയാണ് എന്ത് ഈ ഒരു സ്ട്രിയാറ്റം അല്ലെങ്കിൽ ബൂട്ടാമൈൻ എന്ന് പറയുന്ന ഭാഗം. ഈ ഒരു സ്ട്രിയാറ്റം എന്ത് ചെയ്യുക, സിഗ്നൽസും കാര്യങ്ങളും മെനി ഏരിയ ഓഫ് ദ കോർട്ടക്സിൽ നിന്ന് കളക്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഒരു ബൂട്ടാമൈൻ വർക്ക് ടുഗദർ ചെയ്തിട്ട് എന്ത് ചെയ്യും, മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യും. പിന്നെന്താ ലേണിംഗ്, മെമ്മറി, റോട്ടിംഗ് ബിഹേവിയേഴ്സിലൊക്കെ ഇവർക്ക് എന്തുണ്ട് വലിയൊരു റോള് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്ലോബസ് വാൽഡസ്. ഇതേതാ, ഇത് ബൂട്ടാമൈനെ അടുത്തായിട്ട് സിറ്റ് ചെയ്യാണ്. പിന്നെ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണലും എക്സ്റ്റേണലും. ഈ ഒരു ഗ്ലോബസ് വാൽഡസ് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട് റീജിയനിൽ ഇൻഹിബിറ്ററി റീസ്ട്രെയിനിങ്ങും അതുപോലെ തന്നെ എന്താ ഒരു കൺട്രോൾ ഓഫ് ഇൻറ്റൻസിറ്റി ആൻഡ് കോർഡിനേഷൻ ഓഫ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ സബ്തലാമിക് ന്യൂക്ലിയസ് അടുത്ത ഭാഗമായിട്ട് എ സ്മോൾ ലെൻ ഷേപ്ഡ് ന്യൂക്ലിയസ് ബിലോ ദ തലാമസ്. ഒരു ലെൻ ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് ഇത് നമ്മളുടെ തലാമസിന് താഴെയിട്ട് വരുന്ന ഒരു ഭാഗം എന്നാണ് പറയുന്നത്. ഇതാണ്ടോ, തലാമസിന് താഴെയായിട്ടാണ് ഇത് ഈ ഒരു സബ്തലാമസ് ന്യൂക്ലിയസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതാ ഔട്ട്പുട്ട് ഓഫ് ദ, മറ്റേത് ഇൻപുട്ട് ആയിരുന്നെങ്കിൽ ഇതെന്താ ഔട്ട്പുട്ട് ഓഫ് ബേസൽ ഗാംഗ്ലിയ. ഈ ഒരു ന്യൂക്ലിയ മേജറായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനും കാര്യങ്ങളതിനൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. മീൻസ് നമുക്കൊരു ഡിസൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹപ്പെടുന്ന ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്ത് ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു ഫങ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണായിട്ടാണ് ഇത് നമ്മളെ സബ്സ്റ്റാൻഷ്യ നിഗ്ര. ഇതെന്താ ഡാർക്ക് കളേർഡ് റീജിയൻ ഓഫ് ദ മിഡ് ബ്രെയിൻ ആണ്. പിന്നെന്താ ഈ ഒരു 2 പാർട്സിൽ ഏതാ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പമിൻ. ദാറ്റ് മീൻസ് നമ്മളെ ഹാപ്പിനെസ്സിൻ്റെ ഇതായിട്ടാണ് ഇത് നമ്മളെ ഡോപ്പമിൻ എന്ന് പറയുന്നുണ്ടാവുക. ഈ ഒരു ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കണക്ഷൻ പ്രൊവൈഡിങ് ഡോപ്പമിൻ ടു സ്ട്രിയാറ്റം. ഡോപ്പമിൻ ടു സ്ട്രിയാറ്റം എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷനും മേജറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെന്താ സെൽസ് ഇൻ ദിസ് ഏരിയ ഡൈ, മൂവ്മെൻറ്റ് പ്രോബ്ലംസും പാർക്കിൻസൺസ് ഡിസീസൊക്കെ വരുന്നുണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ബേസൽ ഗാംഗ്ലിയയുടെ വേറെ മേജറായിട്ടുള്ളൊരു ഫങ്ഷൻസ് എന്തൊക്കെയുണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ വരും എന്നുള്ളൊരു കാര്യമാണ് നമുക്കിതിൽ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനീഷ്യേറ്റിംഗ് ആൻഡ് സ്റ്റോപ്പിംഗ് മൂവ്മെൻറ്റ്. ഇപ്പോൾ ഏതാ ഒരു ഡിസൈഡ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഇതാക്കാൻ, ഇപ്പോൾ നമ്മളൊരു കൈ പൊക്കി അത് പൊക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റിങ്ങും കാര്യങ്ങളും ഇതാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബേസൽ ഗാംഗ്ലിയയ്ക്ക് വലിയൊരു റോള് വരുന്നുണ്ട്. അതുപോലെ തന്നെ പൊക്കി കഴിഞ്ഞിട്ട് ഫുൾ ടൈം അത് പൊക്കി നിന്നാൽ മാത്രം മതി ഒരു റിയാക്ഷൻ ആണെങ്കിൽ, പക്ഷേ അതൊരു കറക്റ്റ് ടൈമിൽ താത്താനും പറ്റണം. അപ്പോൾ ആ ഒരു താത്താനും ആ ഒരു സ്റ്റോപ്പിംഗ് മൂവ്മെൻറ്റും എന്തുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ഉദ്ദേശിച്ച രീതിയിൽ അക്യൂറിയസ് ആയിട്ട് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനും എന്തുണ്ട് ബേസൽ ഗാംഗ്ലിയയ്ക്കാണ് അതിൽ വലിയൊരു റോള് വരുന്നത്. പിന്നെ ലേണിംഗ് ഹാബിറ്റ്സ് ആൻഡ് റൊട്ടീൻസ്. ബേസൽ ഗാംഗ്ലിയ എന്ത് ചെയ്യുന്നുണ്ട്, ലേണിങ്ങിൻ്റെ മേജറായിട്ടുള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ ഏതാ നമ്മൾ മിഡ് ബ്രെയിനൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ, റിപ്പീറ്റഡ് ആക്ഷൻസ് ബിക്കം മോർ ഓട്ടോമാറ്റിക് താങ്ക്സ് ടു ദീസ് സ്ട്രക്ചേഴ്സ്. ഏതാ ഒരു റിപ്പീറ്റഡ് റോൾസും കാര്യങ്ങളൊക്കെ വരുന്നതിനെ പറ്റിയിട്ട് എന്തുണ്ട് വലിയൊരു റോൾ അതിൽ ഫോം ആവുന്നുണ്ടെന്നാണ്
പറയുന്നത്. ദെൻ റിവാർഡ് ആൻഡ് മോട്ടിവേഷൻ. ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യും, ഫോം ആവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഒരു പ്ലഷർ. ഡോപ്പമിൻ ഫോർ ഹാപ്പിനെസ്സാണ്. അപ്പോൾ ആ ഒരു റിവാർഡ് ആൻഡ് മോട്ടിവേഷനിൽ എന്തുണ്ട്, ആ ഒരു ന്യൂറോ കെമിക്കലും കാര്യങ്ങളും ഇതാക്കുന്നതിൽ മേജറായിട്ടൊരു റോള് ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇമോഷണൽ റെഗുലേഷൻ. ബേസൽ ഗാംഗ്ലിയയിലെ അമിഗ്ഡാല അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം, ഈ ഒരു ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇമോഷൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാനും ബിഹേവിയേഴ്സിൽ ഇതാക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് അതിനെ ഫോമിക്കുന്നതിലൊക്കെ എന്തുണ്ട്, നമ്മളെ ബേസൽ ഗാംഗ്ലിയയിലെ അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയ്ക്ക് വലിയൊരു റോള് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ബേസൽ ഗാംഗ്ലിയ ആൻഡ് മോട്ടോർ കൺട്രോൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത് എങ്ങനെയാണ് കറക്റ്റ് നോക്കുന്നതുള്ളത്. അപ്പോൾ ഗോ ആൻഡ് സ്റ്റോപ്പ് എന്നുള്ളൊരു കാര്യം മെയിനായിട്ട് എന്താ, ബേസൽ ഗാംഗ്ലിയ ആ ഒരു ഇതിൽ മേജറായിട്ടൊരു റോള് വഹിക്കുന്നുണ്ട്. ഡയറക്റ്റ് പാത്ത് വേ എന്ന് പറയുന്ന ഒരു ആക്സിലേറ്ററും ഇനീഷ്യേറ്റീവ് മൂവ്മെൻറ്റും, ഇൻഡയറക്റ്റ് പാത്ത് വേ എന്ന് പറയുന്നത് എന്താ, ഒരു സ്റ്റോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വരുന്നത്. ബ്രേക്ക്, ഇൻഹിബിറ്റിംഗ് ആക്ഷൻസ് അതൊക്കെ എന്തുണ്ട്, നമ്മളെ ഇൻഡയറക്റ്റ് പാത്ത് വേയിലാണ് മേജറായിട്ട് വരുന്നത്. അപ്പോൾ ഏതാ, ബോത്ത് ആർ എസെൻഷ്യൽ ഫോർ സ്മൂത്ത് കൺട്രോൾഡ് മോഷൻ. ഏതാ, നമ്മളെ സ്മൂത്ത് കൺട്രോൾഡ് മോഷൻസിന് എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണിത് എന്നാണ് പറയുന്നത്. ദിസ് സിസ്റ്റം ഹെൽപ്പ് us സ്റ്റാർട്ട് ഡിസൈഡ് ആക്ഷൻസ് ആൻഡ് സ്റ്റോപ്പ് ഇൻഅപ്രോപ്രിയേറ്റ് വൺസ്. ഡിസൈഡ് ആക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും ഡയറക്റ്റ് പാത്ത് വേ അതിനെ ഇതാക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഏതാ, നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു ഇതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട്, നമുക്കൊരു ഇതിൽ ഒരു ക്ലാസ് റൂമിൽ നിന്ന് കറക്റ്റായിട്ട് ഫോൺ എടുക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഏതാ, ഇൻഡയറക്റ്റ് പാത്ത് വേ അവിടെ ഇതാക്കി കഴിഞ്ഞാലാണ് അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. കാരണം ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഫോൺ യൂസ് ചെയ്യുക എന്നുള്ള ഏതാ, നമ്മളെ കൺട്രിയിൽ അതൊരു വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഫോൺ നോക്കണം എന്നുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിലേക്ക് ചേഞ്ച് ചെയ്ത് തിങ്ക് ചെയ്യിപ്പിക്കാൻ ആര് വേണം, നമ്മൾ ഈ ഒരു ഡയറക്റ്റ് പാത്ത് വേ തന്നെ വേണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഏത് ബേസൽ ഗാംഗ്ലിയ അതിൻ്റെ ഒരു മേജർ ഫങ്ഷൻസും കാര്യങ്ങളിലൊക്കെ വരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഡിസോർഡേഴ്സ് ലിങ്ക്ഡ് ടു ബേസൽ ഗാംഗ്ലിയ ഡിസ്ഫങ്ഷൻ എന്തൊക്കെയാണെന്നുള്ള പാർക്കിൻസൺ ഡിസീസ്, ഹോണ്ടിങ്സൺസ് ഡിസീസ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, ദെൻ ടോർട്ടീസ് സിൻഡ്രോം. അതിൽ ഫിഫ്ത്ത് ഓൺ ടോർട്ടീസ് സിൻഡ്രോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ഏതാ, നമ്മളെ സഡൻ ഇൻവോളണ്ടറി മൂവ്മെന്റ്സോ അല്ലെങ്കിൽ സൗണ്ട്സ് ഒക്കെ വരുന്നുണ്ടായിരിക്കുക. കറക്റ്റ് അല്ലാത്ത ഒരു രീതിയിൽ എന്ത് വരിക, സഡൻ ആയിട്ടുള്ള പെട്ടെന്നുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതിനാണ് ടോർട്ടീസ് സിൻഡ്രോം എന്ന് പറയുക. ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അത് ദാറ്റ് മീൻസ് ഒരു കറക്റ്റായിട്ടൊരു അറ്റൻഷനും കാര്യങ്ങളൊന്നും ഒരു ക്ലാസ്സിലോ കാര്യങ്ങളിലോ കൊടുക്കാതിരിക്കുക. പിന്നെ ഒരു ഫുൾ ടൈം എന്ത് ചെയ്യുക, ഒരു ഹൈപ്പർ ലെവൽ മീൻസ് ഒരു ഓടിച്ചാടിയിട്ടൊക്കെ. ഇപ്പോൾ നമ്മൾ സർക്കിട്ട് എന്ന് പറയുന്ന ഒരു പടത്തിൽ അതിൽ കുട്ടീനെ പറ്റി പറയുന്നുണ്ട്. ആ കുട്ടിക്കുള്ള എന്താ, ADHD ആണെന്നാണ് പറയുന്നത്. ഭയങ്കര ഹൈപ്പറായിട്ട് അല്ലെങ്കിൽ ഹൈ ലെവലിൽ എന്ത് ചെയ്യുക, അറ്റൻഷനും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്യുക, ഫുൾ ടൈം ഇവർ ഒരു ഹൈ ലെവലിൽ പോകുന്നുണ്ടായിരിക്കുക. ദെൻ OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ദാറ്റ് മീൻസ് നമ്മളെ നോർത്ത് 24 ഗാതത്തിൽ ഫഹദ് ഫാസിലിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ റോൾ മോഡലത്തെ ഫഹദ് ഫാസിലിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് പറയുന്നുണ്ട്. ഫുള്ളി ഒരു പെർഫെക്ഷനിസം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ബേസൽ ഗാംഗ്ലിയ സർക്യൂട്ട് അവിടെ സ്റ്റക്ക് ആകുമ്പോൾ അവരെന്ത് ചെയ്യുക, ഒരു ഫിൽറ്ററിങ് കാര്യങ്ങളും ഇതാവാതെ ഇവർ റിപ്പീറ്റഡ്ലി ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുക, ക്ലീനിങ്ങും കാര്യങ്ങളും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം തന്നെ എന്ത് ചെയ്യുക, പിന്നെ പിന്നെ ഇവരൊരു ലൂപ്പിൽ എഗൈൻ ആൻഡ് എഗൈൻ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടേയിരിക്കുക. ദെൻ ഹോണ്ടിങ്സൺ ഡിസീസ്. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. അതെന്താ, ഡീജനറേഷൻ ഓഫ് ന്യൂറോൺസും പിന്നെ അൺകൺട്രോളബിൾ ജെർക്കി മൂവ്മെന്റ്സ്. പിന്നെന്താ, ഒരു കൺട്രോളബിൾ അല്ലാത്ത ജെർക്കി മൂവ്മെന്റ്സ്, ഒരു പറയൽ, ഒരു ട്രമേഴ്സ്, ആ രീതിയിലൊക്കെ ഇതുണ്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും. ആ ഒരു ബ്രേക്സ് ഇതാവാതെ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഒന്ന് കൈ ഒന്ന് ആട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് ആ ഇതിൽ തന്നെ നോൺ സ്റ്റോപ്പിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ദെൻ പാർക്കിൻസൺ ഡിസീസ്. ഈ വയസ്സായിട്ടുള്ള ആൾക്കാരിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഏതാ, ഡോപ്പമിനും കാര്യങ്ങളൊക്കെ കുറവായിട്ട് അവിടെ എന്ത് ചെയ്യുക, ഒരു ഹാർഡ് ടൈമിങ് ഇനീഷ്യേറ്റിംഗ് മൂവ്മെന്റ്സ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്ലോ മൂവ്മെന്റ്സിലായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, വിറച്ച് ഭയങ്കര ട്രമേഴ്സിലൊക്കെ ആയിരിക്കും മേ ബി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർക്ക് ഇനീഷ്യേറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല, സ്റ്റോപ്പ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യുക, അവർ ഓണായി കൊണ്ട് അവരെ കൊണ്ട് പറ്റാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ട് റിസ്കി ആയിട്ട് എന്ത് ചെയ്യുക, ഇവർ കയ്യും കാലൊക്കെ അങ്ങനെ വറച്ചും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ തേർഡ് മൊഡ്യൂൾ. ദ തേർഡ് മൊഡ്യൂൾ ഈസ് കംപ്ലീറ്റഡ് സെറിബെല്ലം ആൻഡ് ബേസൽ ഗാംഗ്ലിയ.